അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ട് ചോദ്യം ചോദിക്കുകയുണ്ടായി. അതായത് ഗർഭിണികൾക്ക് ഈ പ്രാവശ്യം 2026 ഹജ്ജിന് പോകാൻ പറ്റുമോ, പിന്നെ അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത്. ഗർഭിണികൾക്ക് 28 ആഴ്ച കഴിഞ്ഞുള്ള ഗർഭിണികൾക്ക് എന്തായാലും പോകാൻ പറ്റില്ല എന്നുള്ളതാണ് നിയമം. 28 ആഴ്ചക്ക് മുമ്പ് ചിലർക്ക് പോകാൻ പറ്റില്ല. അത് ആരൊക്കെയാണെന്ന് നോക്കാം. ഹൈ റിസ്ക് പ്രഗ്നൻസി ഉള്ളവർ. എന്തൊക്കെയാണ് ഹൈ റിസ്ക്? അതായത് ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർ, ഹൈ ബ്ലഡ് ഷുഗർ ഉള്ളവർ, ഇൻസുലിൻ്റെ ഒക്കെ ആവശ്യമുള്ളവർ, പിന്നെ അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പ്രഗ്നൻസി ലോസ്, അതായത് ഗർഭം പലപ്പോഴായിട്ട് അലസിപ്പോയി വളരെ പ്രിഷ്യസ് ആയിട്ടുള്ള പ്രഗ്നൻസി ക്യാരി ചെയ്യുന്നവർ, പിന്നെ പ്ലാസൻ്റ താഴെയുള്ളവർ, മറുപിള്ള താഴെയായിട്ട് ബ്ലീഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളവർ, പ്രീ ടേം പെയിൻ വന്നിട്ട് ഡേറ്റ് ആവുന്നതിന് മുമ്പ് പ്രസവിച്ച് പോകാൻ സാധ്യതയുള്ളൂ. ഇങ്ങനെയുള്ളവർക്ക് എന്തായാലും പോകാൻ പറ്റില്ല. എന്ത് തന്നെയായാലും ഒരു ഒബ്സ്റ്റട്രീഷ്യനെ കാണിച്ചിട്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിപ്പിടിക്കുന്നത് നല്ലതായിരിക്കും. രണ്ടാമതായി ക്യാൻസർ രോഗികൾ. ആക്റ്റീവായ ക്യാൻസറുള്ള രോഗികൾ, അതായത് കീമോതെറപ്പി, റേഡിയോതെറപ്പി ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന രോഗികൾക്ക് പോകാൻ പറ്റലുണ്ടാവില്ല. ക്യാൻസർ റിക്കവറി കഴിഞ്ഞ് സ്റ്റേബിൾ ആയിട്ടുള്ളവർക്ക് ഒങ്കോളജിസ്റ്റിനെ കണ്ട് അവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് പോകാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ.